അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയ തുഷാരഗിരിയിലേക്കാണ്. തുഷാരഗിരി വനത്തിലൂടെയുള്ള ഒരു യാത്ര, വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാൻ പോവുകയാണ്. എല്ലാം വഴിയെ കാണിച്ചു തരാം. ഓ, KSRTC ബസ് ചുരത്തിൽ ഡും. പാവം യാത്രക്കാർ, അവരുടെ കാര്യം ഇന്നത്തെ ഗോവിന്ദ. അന്നൊരു വറുതി മാസം കള്ളക്കാരക്കീടേകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. അന്നു നീന്തി നടക്കണ കാലം അടിവേറ്റോ വീണ് കരയില പ്രായം. അറുതിക്ക് തീർപ്പേ കാലിപ്പിച്ചം ഉണ്ണീടമേനെ കുരുതി വെക്കാൻ, ഉണ്ണീടമേനെ കുരുതി വെക്കാൻ. എന്തിനാണമ്മേനെ കുരുതി വെക്കി പകരത്തിനപ്പനല്ലേ പോവാഞ്ഞത്. മാറേറ്റുന്നടർത്തിടേ എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണേ ഉറക്കുള്ളൂ. പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണേ ഉറക്കുള്ളൂ. തമ്പ്രാന്റെ വാക്കിനെ എതിർവാക്കില്ല, എന്നെ കിടക്കവർ കൊണ്ടും പോയി. അൻ്റമ്മ മണ്ണോടെ മണ്ണുമായി, അൻ്റമ്മ മണ്ണോടെ മണ്ണുമായി. പാലോ പാലോ അവന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരോ പാലത്തിന്റെ തൂണിൽ പൊന്നോ എന്നോരോ വിളിയും കേട്ട്, പൊന്നോ എന്നോരോ വിളിയും കേട്ട്, പൊന്നോ എന്നോരോ വിളിയും കേട്ട്. കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിക്കടുത്താണ് ഈ തുഷാരഗിരി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ കോഴിക്കോട് വയനാട് റൂട്ടിലാണ്. കോഴിക്കോട് നിന്ന് 52 കിലോമീറ്റർ ദൂരമുള്ളത്. വയനാട് ചുരത്തിലെ 2ാം വളവിൽ നിന്നും 8 കിലോമീറ്റർ പോയാൽ എവിടെ എത്തും? തുഷാരഗിരിയിലെത്തും. തുഷാരഗിരിയിൽ നിന്നും കൽപ്പറ്റയിലേക്കോ 30 കിലോമീറ്ററാണ് ദൂരം. വനത്തിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചിട്ടുള്ളൊരു യാത്രയാണ്. വനത്തിലൂടെ നടന്ന് വെള്ളച്ചാട്ടങ്ങൾ കണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം, കളിക്കാം. പക്ഷേ നാം എത്തിയ ഈ സമയത്ത് നിരാശപ്പെടുത്തി. വെള്ളം വളരെ കുറവാണ്. ഓ, ഒരു കാര്യം പറയാൻ മറന്നുപോയേ. നമ്മളെ 32 പേരാണുള്ളത്. 32 പേരടങ്ങിയ ഒരു സംഘമായിട്ടാണ് നമ്മളിന്ന് യാത്ര തുടങ്ങിയത്. അതിൽ ഭൂരിപക്ഷ ആളുകളെ ഏജുള്ള ആളുകളാണ്. അങ്ങനെയുള്ളൊരു യാത്രയാണ്. എല്ലാം കാണിച്ചു തരാം.
ഇവിടെ 400 വർഷം പഴക്കമുള്ളൊരു മരമുണ്ട്, താനി മുത്തശ്ശി. അതിൻ്റെ വീഡിയോ ഇട്ട് ഉടൻ വരുന്നതാണ്.